അപ്പോൾ ഗായ്സ് ഹൈടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമൃത്സർ പഞ്ചാബിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ജാലിയൻവാല ബാഗ് നടന്നില്ലേ, ആ സംഭവം നടന്ന സ്ഥലത്തിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടില്ലേ, ഈ പ്രതിമേരെ തൊട്ട് ബാക്കിലാണ് നമുക്ക് പോകാനുള്ളത്. നമുക്ക് എന്തായാലും അതിനകത്തോട്ട് പോവാം. അപ്പോൾ നല്ല വെയിലുണ്ട്, 2 മണിയായി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാഗ ബോർഡറിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം. അകത്തോട്ട് പോയി അകത്തുള്ള കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഒരു പ്രതിമ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഇതങ്ങനെ നടന്ന് നമ്മളിങ്ങനെ അകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജാലിയൻവാല ബാഗ് നടന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ആർട്ട് ഗാലറി ആയിട്ട് മ്യൂസിയം ആയിട്ടും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് ഇത് 1ാമത്തെ ആർട്ട് ഗാലറിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള പ്രതിമകൾ, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം നടന്ന യുദ്ധം നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് സൺഡേ നടന്നില്ലേ ഗായ്സ്, അതിൻ്റെയൊക്കെ തന്നെ ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ ഗായ്സ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടന്നില്ലേ, അതിനെ പറ്റിയുള്ള ഒരു സംഭവമാണിത്. ഈ ആർട്ട് ഗാലറിക്കകത്ത് അതിനെ സംബന്ധിച്ചുള്ള ഇഷ്ടം പോലെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് ആ സംഭവം നടന്നത്. നമ്മുടെ ജാലിയൻവാല ബാഗ് നടന്ന സംഭവം നടന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ ഇതിപ്പോൾ നല്ല പൂന്തോട്ടം പോലെയൊക്കെ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലൂടെ അങ്ങോട്ട് പോകാം. അങ്ങോട്ടാണ് മറ്റേ ഈ വെടിവെപ്പൊക്കെ ഉണ്ടായ സ്ഥലം, അങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ വെടിവെപ്പുണ്ടായ മറ്റേ ഇതിൻ്റെ ഈ പാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബുള്ളറ്റിൻ്റെയൊക്കെ മാർക്കുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ഇത് കിണറാണ് കേട്ടോ ഗൈസ്. ഇത് പഴയ കിണറാണ്. അപ്പോൾ ഈ കിണറിനകത്താണ് ആൾക്കാരെല്ലാം വന്ന് വീണ് മരിച്ചത്. കുറേ പേര് ഇതിനകത്ത് വന്ന് വീണ് മരിക്കുകയുണ്ടായില്ല. ആ സംഭവം നടന്ന കിണറാണ്. ഇപ്പോൾ അതിനകത്ത് ആൾക്കാർ പൈസയൊക്കെ ഇടുന്നുണ്ട്. ഇഷ്ടംപോലെ പൈസ അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഇഷ്ടംപോലെ ആൾക്കാർ ടൂറിസ്റ്റാണ് ഇവിടെ വരുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടി. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഗൈസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് മാർക്സ് ആണ് ഈ കാണുന്നത്. ഈ ചുവരിലൊക്കെ ഉള്ള ബുള്ളറ്റിൻ്റെ പാടുകളാണ്. അത് അവർ വെള്ള ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട്, ഇതിൻ്റെ അപ്പുറത്തെല്ലാം ഇതേപോലെ ബുള്ളറ്റിൻ്റെ മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ബുള്ളറ്റ് മാർക്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അപ്പുറത്തോട്ട് പോവാം. അപ്പോൾ ഗായ്സ് അതല്ലേ പുല്ലിന് വെള്ളം നനയ്ക്കുന്ന കണ്ടില്ലേ ഗായ്സ്, സ്പ്രിങ്ക്ലർ വെച്ചാണ് വെള്ളം നനയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ടു പോകണം. ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും ഒരു 45-46 ഡിഗ്രി ചൂടുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. നമുക്ക് എന്തായാലും ഈ വഴി ഇങ്ങനെ കറങ്ങി അപ്പുറത്ത് കുറേ സംഭവമുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ വെളിയിലോട്ട് വരാം. അത് കണ്ടില്ലേ, അപ്പോൾ ഇതും ബുള്ളറ്റ് മാർക്സ് ആണ്. കണ്ടില്ലേ, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വെള്ള പെയിൻറ്റും ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ സീസൺ ടൈം അല്ല എങ്കിലും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഗൈസ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഒരു പടം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് പോവാം. അതല്ലേ കുടമൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇവിടെ ഭഗത് സിംഗിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രതിമ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, പുള്ളിക്കാരനാണ് ഇവിടെ നമ്മുടെ പഞ്ചാബിൽ മെയിനായിട്ട് നിന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. നമുക്കിനി ഇവിടെ നേരെ വെളിയിലോട്ട് പോവാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് ഇവിടെ മരിച്ചില്ലേ, ആ മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി അണയാത്തൊരു വിളക്കാണ് അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിനകത്തൊക്കെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെത്തിയെന്ന് ഇനി നമുക്ക് നേരെ വെളിയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ മറ്റേ കത്തിയൊക്കെ വാങ്ങുന്ന ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ഒരു വള മേടിച്ചായിരുന്നു. കണ്ട് ഇതേപോലത്തെ ഒരു വള 130 രൂപയാണ് ആ വളയ്ക്ക്. കണ്ടില്ലേ,
അതേപോലെ പല വെറൈറ്റിയിലുള്ള വാളുണ്ട്, ചെറുത് മുതൽ വലിയതായിട്ടുള്ള എല്ലാ സാധനവും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് അങ്ങോട്ടോ. ഞാൻ ഇപ്പോൾ ഇതിനകത്തൊരു മാർക്കറ്റിനകത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അതില്ലേ 2 സൈഡിലായിട്ട് എല്ലാ സാധനങ്ങളും വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഷോപ്പുണ്ട്. കണ്ടില്ലേ, ചെരുപ്പിൻ്റെത്, സാരി, ഡ്രസ്സ്, അതേപോലെ തന്നെ എല്ലാ ഐറ്റം സാധനങ്ങളും, മിഠായി, അതേപോലെ എല്ലാം ഉണ്ട്. ഇതൊരു വലിയ മാർക്കറ്റാണ്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. അതില്ലേ ലസ്സി കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ വെളിയിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ കൂടെയാണ് പോകുന്നത്. കണ്ടില്ലേ, മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോവുകയാണ്. അവിടെ എല്ലാ 2 സൈഡിലായിട്ട് നല്ല സാധനങ്ങൾ, പല പല വെറൈറ്റിയിലുള്ള ഡ്രസ്സുകൾ, അതേപോലെയുള്ള എല്ലാ സാധനങ്ങളും ലേഡീസിന് പറ്റിയത് എല്ലാം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ നേരെ അങ്ങോട്ട് പോകാം.